ബാക്ക് ടു പൊന്നു സോനു വ്ലോഗ്. ഗൈസ് വീണ്ടും അമ്മയും മോനും വന്നിരിക്കുന്നു ഗെയിം കളിക്കാൻ. അപ്പൊ കഴിഞ്ഞ ദിവസം സോനുട്ടൻ ചത്തുപോയായിരുന്നു. സോനുട്ടൻ കളിച്ചപ്പോ പകുതി വെച്ചല്ല അല്ലയോ, ആരാണ്ട് വന്ന് പിടിച്ചു. ആരായിരുന്നു? കൾട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ഒരാള്. കൾട്ടിസ്റ്റോ? കൾട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ആള് വന്ന് തല്ലിക്കൊന്നായിരുന്നില്ലയോ? തല്ലിക്കൊന്നു. അപ്പൊ വീണ്ടും നമ്മള് നേരത്തെ ഡേ എത്ര 4-ലായിരുന്നു. നമ്മള് ഡേ 7 ആണ്. അപ്പൊ മുന്നോട്ട് ഞങ്ങള് ചത്തടത്തുനിന്ന് ഉയർത്തെഴുന്നേറ്റ് ഞങ്ങള് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കളിയിൽ ഞാൻ അപ്പൊ ഞാൻ വുഡ് ഒക്കെ എടുക്കുവാന്നോ? അപ്പൊ ഈ വുഡ് എടുത്തിട്ട് ഇന്നും ബെഡ് ഉണ്ടാക്കാനുള്ള പരിപാടി. ബെഡ് ഉണ്ടാക്കി വരണം. ഉണ്ടാക്കണോ? ഉണ്ടാക്കി. എപ്പോ ഉണ്ടാക്കി? ആ വുഡിലോട് ചേർത്ത് ഉണ്ടാക്കിയതാണോ? ഉണ്ടാക്കി. ആരാന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ആരോ ഉണ്ടാക്കി വെച്ചു. ആരോ ഉണ്ടാക്കി. ചേട്ടാ സോനുട്ടാ, നീ അതിനിടയ്ക്ക് ആരാ ഈ വരുന്നത്? ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോയേക്കുവായിരുന്നു. എന്താ എക്സ്പ്ലോർ ചെയ്യാൻ? നിനക്ക് എന്താണ് കിട്ടി? എന്നിട്ട് എന്തെങ്കിലും കിട്ടി? എന്തോ കിട്ടി? ഇവിടെ കൊറേ സാധനങ്ങളുണ്ടായി, അതുകൊണ്ട് ഞാൻ ഇതുണ്ടാക്കി. ഏത്? ഈ വാളൊക്കെയോ? ഇതുണ്ടാക്കി. പിന്നെ ഇതും ഉണ്ടാക്കി. ഇത് ഞാനാ ഉണ്ടാക്കി. അലമാരിയോ? തുണി വെക്കാനൊന്നും ഈ അലമാരി. പിന്നെ ഇതെന്ന് വെച്ചാ ഈ ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ. ഐറ്റം സ്റ്റോർ ചെയ്യാനോ? ഈ നെറ്റിൽ നിന്ന് ഇവിടെ ഉണ്ടോ? ഈ നെറ്റിൽ നിന്ന് ഇവിടെ ഉണ്ടോ? ഹാലോവീൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇവൻ ഇനി അടുത്ത ഇതിൽ ആരെങ്കിലും വന്ന് കൊല്ലുന്നിടം വരെ നമുക്ക് ഈ ഗെയിം കളിക്കാം. ഇന്ന് വരും. ഇന്ന് വരുവോ? ഇന്ന് എത്രാം ഡേയിലാ വരുന്നേ? ഡേ 7. ഇന്ന് ഡേ 7. ഡേ 7 ഡേ 7 വരുവോ? വരും. സാധനം കിട്ടി. അതെന്തോ എടുത്തേക്കുന്നേ? അതോ ഇപ്പൊ എടുത്തതോ? ഈ സമയത്തോ? ഇന്നും ഉണ്ടല്ലോ അവന്റെ കൈ കുടം ഫോട്ടോ. അമ്മ അത് അത്യാവശ്യം. അതുകൊണ്ട് എന്തോ അത്യാവശ്യം ഇതുകൊണ്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓരോ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി. കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞു. കൊന്നു ചത്തു. പിന്നെ ഇതെന്തോ കയ്യില് ശൂലം കൊണ്ട് പോകുന്നത്? അതെന്റെ കയ്യിലുണ്ട്. കുന്തോ ശൂലോ? എന്തോ അത്? കുന്തമാണോ? ഞാൻ കൊന്നു. അതൊക്കെ ലുട്ടാപ്പിയുടെ കയ്യിലല്ലായിരുന്നോ? അല്ല, ഇപ്പൊ നമ്മുടെ കയ്യിലും. നമ്മുടെ കയ്യിലുണ്ടോ ലുട്ടാപ്പിയുടെ? ലുട്ടാപ്പി വന്ന് പിടിച്ചോളാം നിന്നെ. കുന്തം കൊണ്ട് എടാ, എനിക്ക് ഇതിനെ കുറിച്ച് നീ എനിക്ക് പറഞ്ഞു തരുന്നു. ഞാൻ ഈ കണ്ടോണ്ടിരുന്നത് എനിക്കിങ്ങനെ ഇതൊക്കെ അറിയാവുന്നേ. അതുകൊണ്ടല്ലേ എന്നെ പഠിപ്പിക്കുമല്ലോ. ഞാൻ അറിയത്തില്ല ഈ കൈ ഒന്നും. ഒന്ന് പറഞ്ഞതാണോ ഇയാള്? എന്തുവാ ഇത് ഓടുന്നത്? എന്തുകൊണ്ട് ഓടും? ഈ കുടം കൊണ്ട് ഓടുന്നത് എന്തിനാ? കുറച്ച് നമ്മൾ എന്തെങ്കിലും ഇട്ട് കൊടുക്കണോ? ഇതുപോലെ ഇതും കൊണ്ട് എന്ത് സംഭവം? ഇത് കുന്തം. ഇതും കുന്തമാണോ? ഇതാ കുന്തം. മറ്റേ എന്താ ശൂലം? ഇത് ആക്സ്. ഇത് ഏത് വേണം? നമുക്ക് ലുട്ടാപ്പിയുടെ കുന്തം തന്നെ എടുത്താലോ? അതെടുത്തു. ലുട്ടാപ്പിയുടെ കുന്തം ഇപ്പം കിട്ടാനേ ഇല്ല. പിന്നെ എന്നെ കൊന്നില്ല ഇതുവരെ. ഞാൻ സർവൈവ് ചെയ്തോ? ഓക്കെ. തീ കത്തിക്കാനോ? നമ്മൾ തീ ഇടാൻ പാടില്ലല്ലോ. ഈ ടെക്നോളജി കല്ലൊന്നും അടയ്ക്കണ്ട, തീപ്പെട്ടി കത്തിക്കണ്ട. തീ കത്തുന്ന ടെക്നോളജിയാ? അതിനെ പറയുന്നത് ടെക്നോളജിയാ. സോനുട്ടാ എന്താ പറഞ്ഞേ? ടെക്നോളജിയാ. ഞാൻ ഉണ്ടാക്കിയതാ. സത്യം കൊണ്ട് ഞാൻ ഉണ്ടാക്കി. പിന്നെ സോനുട്ടൻ ടൂറിനൊക്കെ പോയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. കുറെ ആന്റിമാർ ചോദിച്ചായിരുന്നു എക്സ്പീരിയൻസ്. എന്നാ പറ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് എന്ന് വെച്ചാ ഇതാണ്. കുക്ക് ചെയ്യുന്നതോ? അല്ല, പിന്നെ നല്ലതായിരുന്നു. അയ്യോ, പംകിൻ മതിയായിരുന്നു. പംകിനോ? എന്തിനാ പംകിൻ? അതോ എനിക്കറിയാം. നമുക്ക് ഇന്ന് ഡേ 10 വരെ ചെയ്യാം. ഡേ 7 ആയി. ഇനി 3 ഡേ. പക്ഷെ ഇന്ന് നമുക്ക് സമയമില്ലല്ലോ. നിനക്ക് പഠിക്കണ്ടായോടാ നീ സോനുട്ടാ? നാളെ എന്തോ എക്സാം. നാളെ എക്സാം എന്താ? പഠിക്കണ്ടായോ? ഈ ഗെയിം ശരിയാക്കും ഞാൻ എന്ന് ഞാൻ പറയത്തില്ല. സോനുവിനെ അമ്മ അധികം അടിക്കാറില്ല. എങ്ങനെ സോനുട്ടാ കള്ളം പറയില്ല. നിന്നെ അടിക്കുന്ന ഒറ്റ കാര്യത്തിനേ ഉള്ളൂ. അല്ല, എക്സാമിനല്ല, കഴിക്കുന്ന കാര്യത്തില്. ഫുഡ് കഴിക്കുന്ന കാര്യത്തില് അല്ലയോ? ഫുഡ് കഴിക്കത്തില്ല അവൻ. ആ ഒറ്റ കാര്യത്തിലേ അവനെ അടിക്കാറുള്ളൂ ഞാൻ. ബാക്കി ഒന്നിനും അവനെ അടിക്കാറില്ല. എന്റെ പെറ്റാണ് അവൻ. എന്ത് പേടുത്തോണ്ട് കുന്തം കൊണ്ട് ഓടും. ലുട്ടാപ്പിയുടെ കയ്യില്ല സാധാരണ കുന്തം കാണാറ്. ഇതിപ്പോ അവന്റെ കയ്യിലാന്നോ കുന്തം? എനിക്ക് ലക്ക്. എന്താ ലക്ക? അതോ അമ്മ എനിക്ക് ഒരു സാധനം വേണം. അത് ഇപ്പൊ ഒരു വൂൾഫിനെ കൊന്നില്ലേ, അപ്പൊ അതിന് കിട്ടി. അതിന് കിട്ടി. അടിപൊളി. സെറ്റല്ലേ? പിന്നെ തീ കത്തിക്ക്, അല്ലെങ്കിൽ തീ കെട്ടുപോയ ചത്തു. ഇനി കത്തിക്കാൻ നോക്കി പോയി.
പറ്റത്തില്ല. എന്ത് ബ്ലാക്ക് എന്തോ ബോർഡോ നമുക്ക് ക്ലാസ് റൂമിൽ ഉണ്ടോ? അതല്ല, ഇതാ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഇവനും കൊടുക്കണം. എന്തോ മേടിക്കണം? ഇതോ? ഇതിനകത്തോ? ഗുഡ് സാക്ക് മേടിക്കാം. സാക്ക് വാങ്ങിക്കും. നമുക്ക് എന്തെങ്കിലും സാധനം കിട്ടുവാണെങ്കിൽ എനിക്ക് ഇനി 15 സാധനം പോകുന്ന വഴിക്ക് എന്തെങ്കിലും സാധനം കിട്ടുവാണെങ്കിൽ പറക്കിക്കൊണ്ട് പോകാലോടാ. ഇതെല്ലാം പറക്കി എടുക്കടാ, പെറുക്കി എന്ന് ഞാൻ പറയും. എടാ പെറുക്കി, ഇതെല്ലാം പെറുക്കി എടുക്കടാ. അമ്മ ഇനി എന്തോ ഉണ്ടാക്കണം? ഇനി നീ എന്തൊക്കെ ഉണ്ടാക്കാനാ പ്ലാൻ ഉണ്ട്? അത് പറ. നിനക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇങ്ങനെ പ്ലാൻ എന്ന് വെച്ചാ ഇതിന് എന്റെ ഈ സ്ഥലത്ത് മുഴുവൻ ഫ്രീസർ നമുക്ക് ഇച്ചിരി ഐസ്ക്രീം വെച്ച് നമുക്ക് തണുപ്പിക്കാം. ഫുഡ് വെക്കാൻ. ഫുഡ് വെക്കാനോ? ഫ്രീസറിന് എത്ര വേണം നോക്കട്ടെ. ഫ്രീസർ നല്ലതല്ലേ? 4 എണ്ണം വേണം. അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ സ്റ്റോറേജ് വെച്ച് ചെയ്യാമല്ലോ അല്ലയോ? പക്ഷെ ഒരു കാര്യമുണ്ട്. പിന്നെന്തോ? അതിന് 4 എണ്ണം വേണം. ചത്തു രക്ഷപ്പെട്ടു. ആര് വരുന്നു? ഇല്ല അതല്ല, ക്യാമ്പ് ഫയർ തീരാറായി. അതുകൊണ്ട് ക്യാമ്പ് ഫയർ തീരാറായോ? പിന്നെ വുഡ് എല്ലാം പറക്കി എടുക്കടാ, പറക്കി. ക്യാമ്പ് ഫയർ ഇപ്പൊ തീരും. കണ്ടോ അത് മിന്നുന്ന കണ്ടോ? എന്റെ പൊന്നെ, അതിന് മാത്രം ഇട്ടാ മതി. ജസ്റ്റ് മിസ് ആയിരുന്നു. രക്ഷപ്പെട്ടു. വുഡ് കൊണ്ട് കൊടുത്തപ്പോ ആ തീ കത്തുന്നില്ലയോ? അതാണ് ടെക്നോളജി. അതെങ്ങനെ ടെക്നോളജി? അയ്യോ സോനോട് നീ പറഞ്ഞ ടെക്നോളജി. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇതെല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ? പിന്നെയും കുറഞ്ഞു തരുമല്ലോ. ഇപ്പൊ ഓറഞ്ചായി. ഇനി ആവുമ്പോ അതിനർത്ഥം അത്യാവശ്യമായി ഉണ്ട്. ഓറഞ്ച് ആവുമ്പോ മീഡില്ല. റെഡ് ആവുമ്പോ ഭയങ്കര ആണോ? ചാവാറായി നടത്തും തീയ. എന്തൊക്കെ ഗെയിമാണോ ദൈവമേ! പണ്ടൊക്കെ നമ്മൾ കളിക്കുന്നതോ സാറ്റ്, ഗോലി കളി. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ കേട്ടാ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ കളിക്കുന്ന ആ സാറ്റ്, ഗോലി കളി, പുളിങ്കുരുവും കൊണ്ട് കളി. ഇത് വീഡിയോ കേൾക്കുന്നവരെല്ലാം ഇതൊന്നും കേട്ടോണം. ഞങ്ങളുടെ പണ്ടത്തെ കലക്കോ. പിന്നെ കബഡി, കുട്ടിയും കോലും, പിന്നെ തൂപ്പ് വേണോ തൂപ്പ്, സെറ്റ്, പിന്നെന്തായിരുന്നു മറ്റേ ഈർക്കിൽ വെച്ചുള്ളൊരു കളി, പിന്നെ ഓട്ടം കളി, തൊട്ടാത്തൊടിയില്. അതൊക്കെയായിരുന്നു ഗൈസ് നമ്മുടെയൊക്കെ കളി. ഇപ്പോഴത്തെ ജനറേഷന്റെ നോക്കിയ കളികള് എന്തൊക്കെയാണെന്ന് ദൈവത്തിനറിയാം. ഡേറ്റ് എന്നെ ആവുമ്പോ നിർത്തണം കേട്ടോ. അത് ഒത്തിരി നമുക്ക് സമയമില്ല. നമ്മുടെ വീഡിയോ കാണുന്നവരെ നമ്മള് ബോറടിപ്പിക്കരുത്. അപ്പം ഇനി ഡേ 11 തൊട്ട് നമ്മള് നാളെ ഇടുന്നതായിരിക്കും. ഓരോ ദിവസം ഇത്രയും കുറച്ചിടാം. അതെന്താ? അതോ കൊറേ സമയായില്ലേ? കോൺ എടുത്ത് എത്ര? 2ന്റെ. ഫുഡ് കിട്ടിയോ? ഫുഡ് കിട്ടി. ഇത് വളർന്നോണ്ട് ഫുഡ് ബാർ ഏകദേശം ഫുള്ളാ. തിന്നു. അമ്മ ഇതിലില്ലേ ഫാം പ്ലോട്ടാ. എനിക്ക് ഇനി ഇത് 10 എണ്ണം ആയാലില്ലേ എനിക്ക് വീണ്ടും ഒരെണ്ണം ഉണ്ടാക്കാം. എന്താ ഉണ്ടാക്കാൻ പറ്റും? ബെഡോ? അല്ല, പിന്നെ ഇതോ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഒന്നര ഉണ്ടാക്കാൻ പറ്റും. നാളെ ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കുമ്പോ നമുക്ക് ഇത് കിട്ടുവോ? പോയിന്റ് കിട്ടുവോ? അല്ല, പിന്നെ ഇങ്ങനെ ഫുഡ് കിട്ടുവോ? അതേണ്ട ഇതുപോലെ. അപ്പൊ മറ്റേ കോൺ കിട്ടിയിരുന്ന പോലെ. സാധാരണ ആദ്യം ക്യാരറ്റുകൾ വരും, എന്നിട്ട് കോൺ, എന്നിട്ട് എന്ത് വാങ്ങിക്കും. ഇതൊക്കെ നീ കഴിക്കുന്ന ഐറ്റംസ് ആണോ? ആ ഗെയിമില് ആ ചെറുക്കൻ വരെ അത് കഴിക്കും. ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ചിലവർക്കൊക്കെ അറിയാം. ഫുഡ് കഴിക്കാൻ മാത്രം അവരോട് പറയരുത്. ഞാനുള്ളത് കൊണ്ട് മാത്രം ജീവിച്ചു പോന്നു. എന്റെ നിർബന്ധം കൊണ്ട് മാത്രം ഫുഡ് കഴിക്കുന്ന വ്യക്തിയാണ് സോനുട്ടൻ. നമ്മൾ വലിയ ആള് തന്നെ. അത് വലിയ കാര്യമൊന്നുമല്ല. ആരോഗ്യം വേണ്ടായോ? സെറ്റല്ലേ നമ്മള്? സെറ്റ് 11 10 പറഞ്ഞെടുത്ത് 11 അമ്മ ഇഷ്ടമുള്ളത്രയും സർവൈവ് ചെയ്യാമല്ലോ. പക്ഷെ ഇത് ഒത്തിരി നേരം ബോറാ. നിങ്ങൾക്ക് ബോറാണോന്ന് കമന്റ് ചെയ്യണേ. എനിക്ക് ബോറാ. അമ്മക്കേ ബോറുള്ളൂ. കൊറേ ഫുഡ് എടുക്കുക, പറക്കുക, തീക്കത്തിടുക, പിന്നെ ഫുഡ് എടുക്കുക. അമ്മ ഇത് ഈ ലോകത്തുള്ള എല്ലാവർക്കും റോബ്ലോക്സ് കളിക്കുന്ന എല്ലാവർക്കും ഇഷ്ടം ഈ കളിയാ. ആണോ?
എല്ലാവർക്കും അല്ല, നിങ്ങൾ കൊച്ചുങ്ങൾക്ക്. ഞങ്ങൾക്ക് വലിയവർക്കൊന്നും ഇതൊന്നും ഇഷ്ടമല്ല. ആര് കളിക്കുന്നു? ഞങ്ങൾ വലിയവരൊന്നും ഇതൊന്നും കളിക്കാറില്ല. ഞങ്ങൾക്ക് വല്ല കഞ്ഞിയും കറിയും വെക്കാനും ഞങ്ങൾക്ക് അതൊക്കെ അറിയത്തില്ല. പണ്ട് ഞങ്ങള് ഞങ്ങളുടെ ചെറുപ്പത്തില് ഗേൾസ് എല്ലാം കൂടെ കഞ്ഞിയും കറിയും വെപ്പ് ഉണ്ടായിരുന്നു. അറിയാവോ? ഞങ്ങളിപ്പോഴും കളിക്കാറുണ്ട്. നിങ്ങൾ കളിക്കാറുണ്ടോ? പിന്നെ മണ്ണപ്പം ചുട്ട് കളിക്കുമായിരുന്നു. മണ്ണപ്പം ചുട്ട് അധികം കളിക്കാറില്ല. പിന്നെ ഈ വട്ടയിലയും കൊണ്ടൊക്കെ ഞങ്ങളെ വീടുണ്ടാക്കും. വട്ടയിലയും മറ്റേ ഈ റബ്ബറിന്റെ കമ്പും കൊണ്ടൊക്കെ. ഞങ്ങൾ ചെറുപ്പത്തില് പിന്നെ വട്ടയിലയും കൊണ്ട് ബാഗ്, അതൊക്കെ ചെറുപ്പത്തിലുള്ള ഞങ്ങളുടെ കളികളൊക്കെ ഇതായിരുന്നു. ഇപ്പോഴത്തെ ജനറേഷനിലേക്ക് ഈ റോബ്ലോക്സ്, പിന്നെന്താ മൈൻക്രാഫ്റ്റ്, പിന്നെന്തൊക്കെ ഗെയിമാ ഉള്ളത്? അങ്ങനെ കൊറേ അങ്ങനെ പോവും. പറ, ഒന്ന് രണ്ട് ഗെയിം പറ, കേക്കട്ടെ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കേക്കട്ടെ. പറയടാ, എന്തോ ഗെയിം ഉണ്ടെന്ന്. മൈൻക്രാഫ്റ്റ്, റോബ്ലോക്സ്, പിന്നെ ഇന്ത്യൻ ബൈക്ക്. പിന്നെ ഇത്രയേ ഉള്ളോ? റോബ്ലോക്സിൽ തന്നെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ഓരോരോ സെക്ഷൻ. റോബ്ലോക്സ്, കൊക്കോമോക്കോ എന്നാണോ? പിന്നെ കൊക്കോമോക്കോന്നോ അങ്ങനെ കണ്ടൊക്കെ പറയല്ലോ. റോബ്ലോക്സിന്റെ തന്നെ പല പല ഐറ്റംസ് ഗെയിംസ് ഉണ്ട് അല്ലേ? ഉണ്ട്, പല പല ഗെയിംസ് ഉണ്ട്. ഇല്ല, അതിലൊരു ഗെയിം ആയത് ഈ കളിക്കുന്നത് റോബ്ലോക്സ് നൈറ്റ് 99 സബ്സ്ക്രൈബേഴ്സിനോട് എന്തെങ്കിലും പറഞ്ഞോ നിങ്ങൾ? നീ ഇപ്പൊ എന്നും പറയാനുള്ളത് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഗോൾ എന്ന് വെച്ചാ ഒരു 20 ദിവസം സർവൈവ് ചെയ്യുക. 20 ദിവസമോ? ഇപ്പൊ 11 ആയതേ ഉള്ളൂ. എടാ കള്ള, നിന്നെ കൊണ്ട് ശരിയാക്കും ഞാൻ. 10 കൊണ്ട് നിർത്തണമെന്ന് പറഞ്ഞപ്പോ പഠിക്കുമൊന്നും വേണ്ടായോ? പഠിക്കാനുണ്ട്, ഹോംവർക്ക് എഴുതാനുണ്ട്, പിന്നെ ടൈം ടേബിൾ അടുക്കി വെക്കാനുണ്ട്, ഫുഡ് കഴിക്കണം, എല്ലാം ചെയ്യണം. എല്ലാം കറക്റ്റ് ടൈമിന് ചെയ്യണം. പിന്നെ ജയിച്ചോ? ഇല്ല. പിന്നെ നീ ഇത് പറഞ്ഞു കൊടുക്കും. ഞങ്ങൾ കാണുന്നവർക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടോ? ഒന്നും മനസ്സിലാവത്തില്ല. പിന്നെ പറഞ്ഞതാ, എല്ലാവർക്കും മനസ്സിലായി. അമ്മയ്ക്കേ ഉള്ളൂ മനസ്സിലാവും. എനിക്ക് മനസ്സിലായില്ല. നീ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അപ്പൊ ഈ കളി എന്ന് വെച്ചാൽ 99 Nights in the Forest ആണ്. പിന്നെ അത് പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 99 Nights സർവൈവ് ചെയ്തില്ലേ? അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും സർവൈവ് ചെയ്യാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സർവൈവ് ചെയ്യണം. പിന്നെന്തോ എനിക്ക് അലമാരി എന്തായാലും കിട്ടി. തുണിയൊക്കെ എടുത്തു വെക്കാമല്ലോ എനിക്ക്. അതിന് തുണിയില്ലല്ലോ. പിന്നെന്തോ സാധനം എടുത്തു വെക്കാമല്ലോ. അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? വേണോ? ഇപ്പഴേ വേണ്ട. ഇന്ന് 11 അല്ലേ? നാളെ 11 തൊട്ട് നമുക്ക് 13 തൊട്ട് നാളെ ചെയ്യാം. അത് മതിയടാ മോനെ. എല്ലാം കൂടെ ഇവർക്ക് ബോറാവും കാണുന്നു. നിങ്ങൾക്കാവൂ? എനിക്ക് ബോറാവുന്നുണ്ട്. അമ്മയ്ക്കാവത്തുള്ളൂ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമായതെല്ലാം കുഞ്ഞുങ്ങളെ കാണത്തുള്ളൂ. അത് ശരിയാ. അപ്പൊ ഡേ 13 ആകുമ്പത്തേക്ക് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യും ഗൈസ്. എങ്ങനെ? ഡേ 13 നോക്കിയിരിക്കാനല്ല, ഡേ വൈൻഡപ്പ് ചെയ്യണം. എന്തിന്? എടാ, അടുത്ത പരിപാടി ഉണ്ട് മകനെ. പരിപാടിക്ക് പിന്നത്തേക്ക് ഒരു കാര്യം ചെയ്യരുത്. അപ്പൊ ചെയ്യണം ഓരോ കാര്യങ്ങൾ. ഈ കുട വയ്ക്കെടുത്തുണ്ട്. എന്തോ നീ ഓടുക? എപ്പോഴും അവന്റെ കയ്യിൽ ഒരു കുട ഉണ്ടല്ലോ. അത്യാവശ്യമായോണ്ട്. എന്തോ അത്യാവശ്യം അതിനകത്ത്. ഈ ഡേ 11 അങ്ങോട്ട് മാറുന്നില്ലല്ലോ. മാറത്തില്ല. അതെന്താ? എങ്ങനെ? നീ ഡേ 12 ഇനി ഒന്നും കൂടെ ഗൈസ്, ഞങ്ങൾ ഒരു ഡേയും കൂടെ ഇത് സർവൈവ് ചെയ്തിട്ട് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. പറഞ്ഞോ? സോനട്ടനും പറഞ്ഞോ? ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഡേ 13 ആയി. ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം നാളെ 11, 13, 14 തൊട്ട് ഞങ്ങൾ നാളെ കളിക്കണമെന്നില്ല. നാളെ 14 ഡേയിലെ തൊട്ട് 14 തൊട്ട് ഞങ്ങള് തുടങ്ങുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ഉടനെ വരാം. നമ്മുടെ ടാർഗറ്റ് പറഞ്ഞില്ല. 1500 ലൈക്സ്. 1500 ലക്ഷം ഇച്ചിരി കൂടി പോയില്ലേ സോനട്ടാ? ഇത്ര അത്യാഗ്രഹം ഇല്ലാതില്ല. അത്യാഗ്രഹം. അപ്പം പറഞ്ഞോ, വൈൻഡ് അപ്പ് പറഞ്ഞോ. ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. അടുത്ത പരിപാടിയുമായിട്ട്, അടുത്ത ഗെയിമായിട്ട് ഉടനെ വരാം. ബൈ ബൈ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ആഗ്രഹം ഉണ്ടോ ഗെയിം കളിക്കണമെന്ന്? കമന്റ് ബിലോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ബൈ ബൈ.
അപ്പം അമ്മ ഒരു മിനിറ്റ് അമ്മ ഇതൊന്ന് കേട്ടെ. അപ്പം ബൈ ബൈ ഗൈസ്. ഓക്കെ, ഞാൻ ഒന്ന് ഗ്രൈൻഡ് ചെയ്യാൻ വെച്ചതാണ്. ഒരു മിനിറ്റ്, അതിന് മുമ്പേ ഒരു ചെറിയൊരു പണി എനിക്ക് വേണം. അറിയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി ഗ്രൈൻഡ് ചെയ്യാം. ബൈ ബൈ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.